മാട്രിമോണിയൽ സൈറ്റ് വഴി വന്ന ആലോചനയാണ് നടി ഗോപിക എന്ന ഗേളിയും അജിലേഷും തമ്മിലുള്ള വിവാഹം നടക്കാൻ കാരണം. ഒരു സമയത്ത് മലയാള സിനിമയിലെ തിരക്കുള്ള നായിക മമ്മൂട്ടിക്കും ദിലീപിനും ജയറാമിനും അങ്ങനെ നിരവധി സൂപ്പർ ഹീറോസിൻ്റെ നായികയായി തിളങ്ങി നിന്ന താരം. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും നിരവധി സിനിമകൾ ചെയ്ത ഗോപിക ഇന്ന് ഓസ്ട്രേലിയയിൽ ആണ്. 15 വയസ്സുകാരി ആമിക്കും 10 വയസ്സുകാരൻ ഏതനുമൊപ്പം അവരുടെ സ്നേഹനിധിയായ മമ്മിയായി ജീവിതം ആസ്വദിക്കുന്ന തിരക്കിലാണ് താരം. എല്ലാ വർഷവും നാട്ടിൽ 2 വട്ടം വന്നു പോകാറുള്ള ആളാണ് ഗോപിക. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ഗോപിക കുടുംബജീവിതം 17ാം വർഷത്തിലേക്ക് കടന്ന സന്തോഷത്തിലാണ്. കുഞ്ഞുമക്കൾക്കൊപ്പം ഭർത്താവിനൊപ്പമുള്ള ജീവിതം അതിസുന്ദരമെന്നാണ് ഗോപിക പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഇവരുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. മുമ്പൊരിക്കൽ ഗോപികയുടെ അനുജത്തി ഗ്ലിനി പങ്കിട്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. അപ്പോഴാണ് ഗോപികയെ ഏറെ കാലങ്ങൾക്ക് ശേഷം ആരാധകർ കാണുന്നത്. അതേസമയം ലണ്ടനിൽ സെറ്റിൽഡ് ആയിരുന്ന ഗോപികയും അജിലേഷും ഇപ്പോൾ മെൽബണിലാണ് കഴിയുന്നത്. അവിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് നടത്തുകയാണ് ഗോപികയുടെ ഭർത്താവ് ഡോക്ടർ അജിലേഷ്. 2007 ഡിസംബറിൽ അജിലേഷ് അയർലൻഡിൽ താമസിക്കുമ്പോൾ ആണ് ഒരു ഓൺലൈൻ മാട്രിമോണിയൽ പോർട്ടൽ വഴി ഗേളി ആൻഡോയിൽ നിന്ന് ഒരു വിവാഹാലോചന ലഭിക്കുന്നത്. താല്പര്യം തോന്നി അജിലേഷ് മറുപടിയായി ഒരു ഇമെയിൽ അയച്ചു. അപ്പോഴാണ് ആൾ നടിയാണെന്ന് അറിയുന്നത്. മലയാള നടി ഗോപികയാണ് ഈ ഗേളി എന്ന് മനസ്സിലാക്കാൻ അജിലേഷ് ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കിയ കഥയൊക്കെ മുമ്പ് ഗോപിക പറഞ്ഞിട്ടുണ്ട്. അജിലേഷും ഗോപികയും പിന്നീട് പരസ്പരം ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. 2008 ജനുവരിയിൽ നാട്ടിലെത്തി അജിലേഷ് ഗോപികയെ കണ്ടു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഒടുവിൽ ഒരു ഇഷ്ടം തുടങ്ങി. അങ്ങനെ ഇരുവരും വിവാഹത്തിന് സമ്മതം പറഞ്ഞു എന്നാണ് വിവാഹകഥ പങ്കിട്ട് അജിലേഷ് ഒരു നാഷണൽ മീഡിയയോട് സംസാരിച്ചത്. ഫോർ ദ പീപ്പിൾ, മായാവി, വെറുതെ അല്ല ഭാര്യ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നു ഗോപിക. മായാവിയിലെയും ചാന്തുപൊട്ടിയിലെയും വിശേഷങ്ങൾ എന്നും ആരാധകർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ. അമ്മ അറിയപ്പെട്ട ആക്ട്രസ് ആയിരുന്നുവെന്ന് ഗോപികയുടെ മക്കൾക്ക് അറിയാം. സിനിമയിൽ തിരക്കുള്ള നായികയായി നിൽക്കുമ്പോഴാണ് ഗോപികയുടെ വിവാഹം. വിവാഹത്തിനു ശേഷം അഭിനയ രംഗത്ത് കുറച്ചു കാലം ഗോപിക തുടർന്നു. ജൂലൈ 17 കോതമംഗലത്തെ മാർത്തോമ പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം. പിന്നീട് ഹണിമൂണിനായി ദമ്പതികൾ പാരീസിലേക്ക് പറന്നു. ബെൽഫാസ്റ്റിലായിരുന്നു ദാമ്പത്യ ജീവിതത്തിന് തുടക്കം. ഒരു ശാന്തമായ ജീവിതം. എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ അവൾ ഒരു സാധാരണ കേരള വീട്ടമ്മയായി എന്ന ഏറെ മനസ്സിലാക്കുന്ന കരുതലുള്ളവൾ, അജിലേഷ് ഒരു നാഷണൽ മീഡിയയോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു. ഗോപിക അഭിനയിക്കുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞ അജിലേഷ് വിവാഹശേഷവും ഗോപിക അഭിനയത്തിൽ തുടരാൻ അനുവദിച്ചു. വിജയകരമായ ദാമ്പത്യത്തിന് ആദ്യം വേണ്ടത് വിവാഹം കഴിക്കുന്നതിന് മുമ്പും രണ്ടുപേരും അതിന് തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ്. കൂടാതെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയെ നന്നായി അറിയാനും സമയം കണ്ടെത്തണമെന്നാണ് അജിലേഷിൻ്റെ പോളിസി. ഒന്നിനും ബഹളം വയ്ക്കാറില്ല. ഭയങ്കര ക്ഷമയുള്ള ആളാണ്. എനിക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ദേഷ്യം വരാറുണ്ട്. പക്ഷെ അവൾ എപ്പോഴെങ്കിലും എന്നോട് വഴക്കിട്ടത് എൻ്റെ ഓർമ്മയിൽ തന്നെയില്ല. ഞാൻ ഗോപികയെ വിവാഹം കഴിക്കുന്നുവെന്ന് കേട്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വളരെ ആവേശത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അവളെ വിവാഹം കഴിക്കുകയാണെന്ന് വിശ്വസിക്കാൻ അവർ കുറച്ച് സമയമെടുത്തു എന്നും അജിലേഷ് പറഞ്ഞിട്ടുണ്ട്.